എന്തിനെ കിടന്ന് കടിക്കണം? ഇവിടെ ആരെയും തുണിയില്ലാണ്ട് നിൽക്കണ്ട. കുറെ നേരമല്ലോ തുടങ്ങി. പാറും ചിരിക്കണ്ടല്ലോ. ചേട്ടൻ എന്തിനാ പൂജ ചേച്ചി ഒളിഞ്ഞു നോക്കുന്നേ? ചേട്ടൻ എന്തിനാണ് പൂജ ചേച്ചി ഒളിഞ്ഞു നോക്കുന്നേന്ന്? ചേട്ടൻ നോക്കി ഇപ്പൊ നോക്കി ഒളിഞ്ഞു നോക്കി. അല്ലെങ്കിൽ ഞാൻ ഇവിടെ പ്രാന്ത് പിടിച്ച് തൃശങ്ക സ്വർഗത്തിൽ നിൽക്കണം. മിണ്ടാണ്ടിരിക്കട്ടോ. ഞാൻ എന്തിനു മിണ്ടാണ്ടിരിക്കണം? അല്ലെങ്കിൽ തന്നെ ചേട്ടൻ എന്റെ അടുത്ത് ചൂടാവണേ? ചേട്ടനാണ് പൂജ ചേച്ചി ഒളിഞ്ഞു നോക്കിയത്, എന്നിട്ട് കുറ്റം എനിക്ക്. ശിവാനി ശിവാനി ശിവാനി, ഞാൻ നിന്റെ മൂത്ത ചേട്ടനാണ്. അതിന് വേണമെങ്കിൽ അതൊക്കെ പറഞ്ഞ് ഞാൻ കാല് പിടിക്കും. മിണ്ടാണ്ടിരിക്കും. മാറ്റിക്കല്ലേ, സൗണ്ട് കുറച്ച് സംസാരിക്കും. ചേട്ടൻ കാര്യം എന്താന്ന് പറയാൻ എനിക്ക് പിടികിട്ടിയില്ല. എന്താണ് കാര്യം? ഞാൻ പറയാം, പക്ഷെ നിന്റെ ഒപ്പം നിൽക്കൂ. ആദ്യം കാര്യം പറയാം, എന്നിട്ട് നോക്കാൻ നിക്കണോ വേണ്ടിയെന്നൊക്കെ. ശിവ, നീ പോരാത്തുമ്പോ വാഴവട്ടല്ലോ കേട്ടോ. ചേട്ടൻ ഇങ്ങനെ പഴഞ്ചൊല്ലി പറഞ്ഞ് കളിച്ചാൽ എനിക്ക് കാര്യം മനസ്സിലാക്കാനുള്ള സിദ്ധിയൊന്നുമില്ല. വേഗം കാര്യം പറയാൻ പറ്റിയ. ശരി, ഞാൻ പറയാം. പൂജ വന്നതിന് ശേഷം ഈ രമ്യാന്റെയും പൂജയും മാറിയിരുന്ന് ഭയങ്കര ചിരി. കണക്കണം എന്തിനു ചിരിക്കണത്? ഞാൻ വരുമ്പോ എന്തിനു ചിരി ഇരുത്തും എന്ന് ചോദിച്ച കാര്യം പറയില്ല. എന്തിനാ ചിരിക്കണേ? ഇവിടെ എന്താ നടന്നതിന് ഈ ചിരിക്കാൻ മാത്രം? എന്താ നടന്നത്? ശരി, ഞാനും ശ്രദ്ധിച്ചത് ഓർത്ത് ഭയങ്കര ചിരിയല്ലേ? ഇല്ലേ? ഇത് കാരണമാണ് ഞാൻ എന്ത് സംഭവം എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. എന്ത് സംഭവം, എന്തിനു ചിരിക്കണം ഇങ്ങനെ? ആ കേശുമായിട്ടുണ്ടായിരുന്നു ഞാൻ ഉടായ്പിന് ഉസ്താദ്. അവൻ എങ്ങനെയും കണ്ടുപിടിച്ചാന്. ചേട്ടൻ അത് ഇട്. ചേട്ടൻ ഇപ്പൊ എന്താണ് അറിയേണ്ടത്? അവരെന്തിനാണ് ഇങ്ങനെ കുലുകുലാന്ന് മാറി ചിരിക്കണേ? എന്നല്ലേ അത് ശിവയ്ക്ക് വിട്ടേക്ക്. ശിവയ്ക്ക് വിട്ടേക്കുന്ന? നീ എന്തേ പോണത്? ഞാൻ ചോദിക്കാൻ പോണ്. എന്റെ ചേട്ടാ സിമ്പിൾ. ഞാൻ നേരെ പോയി രമാൻ്റെ അടുത്ത് ചോദിക്കും, രമാൻ്റെ എന്താണ് ചിരിക്കുന്നത്, ചിരിക്കാനുള്ള കാരണം എന്താണ്? രമാൻ്റെ കാരണം പറഞ്ഞിട്ട് ഞാൻ നേരെ വന്ന് ചേട്ടന് പറഞ്ഞു കൊല്ലും ചെയ്യും. ഞാൻ അങ്ങനെ നേരെ പോയി ചോദിക്കാനാണെങ്കിൽ നേരെ പോയി ഞാൻ ചോദിച്ചാൽ പോരെ. ഞാൻ ഇവിടെ ഇങ്ങനെ ഒളിച്ചിരുന്ന് നോക്കണം എന്തിനാ? പിന്നെ മോശമല്ലേ അത്? ആണോ? അവരെന്തിനു ചിരിക്കണം? എന്തിനു ചിരിക്കണം? എന്തിനും ദൈവത്തിനറിയാം. വഴിയിപ്പോ എന്താണ് ചോദിച്ചാൽ ഞാൻ നടക്കേട് പോണ്. ചേട്ടാ വേറൊരു വഴിയുണ്ട്. അവരുടെ ഒപ്പം പാറക്കുട്ടിയില്ലേ, അവളുടെ അടുത്ത് ചോദിച്ചപ്പോ അവള് കാര്യം പറഞ്ഞു തരത്തില്ലേ? ഞാൻ ആലോചിച്ചില്ല. വെറുതെ അച്ഛൻ ചേട്ടനെ കടഞ്ഞൊരു പൊട്ടാന്ന് വിളിക്കുന്നത്. ചുമരോട് ചേർത്ത് ഒട്ടിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ല. ഇവിടെ നിന്നെ ആവശ്യം ഉണ്ടായിപ്പോയി കേട്ടാ. വേറെ ആരും ഇല്ല, ആവശ്യമില്ല. ഒരു കാര്യം ചെയ്യും, നീ പാറക്കുട്ടീനെ എടുത്തോണ്ട് വാ. ഡൗട്ട് തോന്നിക്കരുത്, കൊളമാക്കരുത് പ്ലീസ്. നാണക്കേടാണ്. ഒരു കാര്യം കൂടി ഉണ്ട്. ചേട്ടൻ കുറച്ച് ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ കരുതി വെച്ചു. കാരണം ഒന്ന് അകത്തോട്ട് പോകാണ്ട് അവളൊന്നും പുറത്തോട്ട് പറയത്തില്ല. എന്താ തുണിയൊക്കെ വിരിക്കായിരുന്നു. എല്ലാരും കഴിഞ്ഞു, തുണി വിരിച്ചു കഴിഞ്ഞു. പിന്നെ ബാബോ ചക്കര മുട്ടാണടാ, ചക്കര മുട്ടാണോ? എനിക്ക് നോക്കി ഇതെന്താ പാല്? ചക്കര മുട്ടാണോ? ചക്കര മുട്ടാണോ? നമ്മുടെ തക്കളുമുണ്ടും താറാവേ ചക്കരേ ചേട്ടൻ്റെ അടുത്ത് വാ. ഇല്ല, വരൂല. ആനി കഥ പറഞ്ഞു തരൂല. എന്റെ പൊന്നും കൊടുത്തിന് ഓടി വാ. കൊറോണേ പൂജ, നിന്റെ ഡ്രസ്സൊക്കെ എവിടെ തയ്പ്പിക്കുന്നത്? നല്ല ഫാഷൻ ആയിട്ടുണ്ട്. ചിലതൊക്കെ ഞാൻ ഡിസൈൻ ചെയ്യും, ചിലതൊക്കെ അമ്മ ഡിസൈൻ ചെയ്ത് തരും. ആണോ? ഞാൻ ഈ സാരി ഉടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അയ്യോ, ഞാൻ രാവിലെ വന്നപ്പോ തന്നെ പറഞ്ഞില്ലേ സുന്ദരി ആയിട്ടുണ്ടെന്ന്. ആണല്ലേ? ഈ കമ്മൽ എവിടെ വാങ്ങിച്ചേ? കമ്മൽ ഇവിടെ അടുത്തൊരു ഞങ്ങളുടെ വീടിന്റെ അടുത്ത് നല്ലൊരു കടയുണ്ട്, അവിടെ നിന്നാ വാങ്ങിക്കുന്നത്. പിന്നെ അമ്മയും ഞാനൊക്കെ കൂടി തന്നെ എല്ലാം സെലക്ട് ചെയ്യുന്നത്. എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു കടയുണ്ട്, അവിടെ പോയി വാങ്ങിക്കും കമ്മൽ. നല്ല നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. അതിന് വേണമെങ്കിൽ പറഞ്ഞത് ഞാൻ നോക്കാം. പൂജ ഇട്ട് എന്തിട്ടാറും നല്ല ഭംഗിയാ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പാറുവിടെ? കഴുപ്പ് നിർത്തി പോയി, അവളുടെ ഒപ്പം കളിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ ഇത്ര നേരമായിട്ട്. വിഷ്ണുവിന്റെ കാര്യമാണോ? എടാ, അവന് 25 വയസ്സായെന്നേ ഉള്ളൂ, ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വിഷ്ണുവിനെ അത്ര ഇഷ്ടം.
ഈ പെണ്ണെ ഒന്നും മനസ്സിലാക്കണം, നമുക്ക് ആരുടെയും സ്നേഹവും ഇഷ്ടമൊന്നും പിടിച്ചു വാങ്ങാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് വിഷ്ണുവിന്റെ സ്നേഹവും ഇഷ്ടമൊക്കെ പിടിച്ചു വാങ്ങിക്കണം. എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാം ആൻറ്റി, പ്ലീസ്. ആ, ഒരു വഴിയുണ്ട്. പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളതാ, വയറ് നിറഞ്ഞാൽ മനം നിറയുമെന്ന്. എന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടമുള്ള രുചിയുള്ള ആഹാരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സറിയും. ആ, അതിരിക്കട്ടെ, പൂജയ്ക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? എനിക്ക് മുട്ട ചിക്കാൻ അറിയാം, പപ്പടം കാച്ചാൻ അറിയാം, പിന്നെ എനിക്ക് നാരങ്ങളും ഉണ്ടാക്കാൻ അറിയാം. കഷ്ടം. അതെ, ഇതുകൊണ്ടൊന്നും ചെന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല അവൻ്റെ അടുത്ത്. എന്നാ പിന്നെ വിഷ്ണുവിന് ഇഷ്ടമുള്ള എന്തും ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചേക്കാം ഇപ്പൊ തന്നെ. അവന് ഈ നാടൻ ഫുഡിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ നൂഡിൽസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നൂഡിൽസാ? ആൻറ്റി, എന്നാ നമുക്ക് ഇപ്പൊ തന്നെ ഒരു നൂഡിൽസ് ഉണ്ടാക്കാം. അതിന് പൂജയ്ക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയോ? ഉണ്ടാക്കാൻ അറിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കണപ്പാ. നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. വരാം. യൂട്യൂബൊക്കെ നോക്കിയേ നമുക്ക് ഇപ്പൊ തന്നെ പോയി നൂഡിൽസ് ഉണ്ടാക്കാം. എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കാനൊന്നും അറിഞ്ഞൂടെ കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ കൂടെ നിൽക്കാം. അത്ര മതി. പൂജ ചേച്ചി, ഓ ചേച്ചിക്ക് ഒരു കാര്യം അറിയോ? എന്തോ? നമ്മുടെ വീട്ടില് മുടിയ ചേട്ടന് മാത്രമേ നൂഡിൽസ് ഇഷ്ടം, ബാക്കി ആർക്കും അത്ര ഇഷ്ടമല്ല. എനിക്കാണെങ്കിലോ തീരെ ഇഷ്ടമല്ല. അല്ലേ മുടിയ ചേട്ടാ? സോറി, സാഹചര്യമാണല്ലോ ഓരോരുത്തരെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കുന്നേ. എവിടെ പോണു? നൂഡിൽസ് വെച്ചിട്ടോ? നീ ഇവിടെ നില്ല്. നിന്നെ കുറിച്ച് പറയുമ്പോ ഇവക്ക് 100 നാക്കാ. അതെനിക്കറിയാലോ. എന്നെ കുറിച്ച് എന്താ പറഞ്ഞേ? അത് നീ ഇവിടെ കാണിക്കുന്ന ഓരോ തമാശകൾ പറയായിരുന്നു, ഞാൻ അത് കേട്ട് ചിരിക്കായിരുന്നു. ഓ, പണ്ടത്തെ കാര്യം പറഞ്ഞാണ് നിങ്ങള് ചിരിച്ചോണ്ടിരുന്നത്. ഞാൻ വിചാരിച്ചു നീ പൊക്കോടി. ദേവദൂതൻ എന്താണ് നിക്കണ? ഭാഗത്തോട്ട് അച്ഛനടാ? ഇല്ല, അച്ഛനല്ല. ഭാഗത്തോട്ടാ. ഇങ്ങോട്ട് അതിനിപ്പോ നിങ്ങൾ അതെ രമാൻ്റെ ഒക്കെ വന്നിരിക്കണം. ഭാഗത്തോട്ട് രമാൻ്റെ ആരോ വന്നിരിക്കണ? ബാസ്യങ്ങള്. ബാസ്യങ്ങൾ കുടിക്കാൻ ചായ, കാപ്പി, അതോ നൂഡിൽസോ? അതിഥി ദേവോ ഭവ എന്നാണല്ലോ ഇപ്പൊ കൊറേ നേരം ഓരോ ചോദിച്ചോണ്ടിരിക്കണം. അവിടെ രമേന്റെ ഇതാരും ബാസ്യങ്ങൾ ടേബിളിൽ വന്ന് ഇരുന്നിട്ടോ. വരുന്നു. എന്തായി നൂഡിൽസ് ഒക്കെ ഇവിടെ? എന്ത് വിശേഷം? ഓ, വിശേഷമൊന്നുമില്ല ബാസ്യങ്ങളെ. ഇത് പുതിച്ചിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ നൂഡിൽസാ. അതെ, ഞാൻ ഇയാൾ കഴിക്കാൻ വേണ്ടി ഒന്നല്ല, ഞാൻ വിഷ്ണു കഴിക്കാൻ വേണ്ടി നൂഡിൽസ് ഉണ്ടാക്കിയത്. ബാസ്യങ്ങള് അച്ഛന്റെ കൂട്ടുകാരനാണ്. പക്ഷെ ഉണ്ടല്ലോ, ഞങ്ങളുടെയൊക്കെ മാമനെ പോലെയാണ്. അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന ഒരു അതിഥിന്റെ അടുത്ത് ഇങ്ങനെയാണോ പെരുമാറണത്? നമ്മൾ സ്നേഹത്തോട് വേണ്ട പെരുമാറാൻ. അപ്പൊ ഞാൻ ഈ അങ്കിളുടെ അടുത്ത് മര്യാദക്ക് പെരുമാറി നൂഡിൽസ് കൊടുത്താൽ വിഷ്ണു തന്നെ ഇഷ്ടാവും. പൂജ ജയറാം, എന്നെ വെറുതെ പരീക്ഷിക്കരുത് പ്ലീസ്. ഓ, അതാണല്ലേ. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ നൂഡിൽസ് നിങ്ങൾക്ക് ആർക്കും കഴിക്കാൻ പറ്റില്ല. എക്സാക്ട്ലി. മര്യാദക്ക് കഴിച്ചോ 3 പേരും? വേഗം കഴിച്ചോ, അല്ലെങ്കിൽ എന്റെ ഞാൻ എല്ലാത്തിനും ഞാൻ കുത്തും. കഴിക്ക് മോളെ. പിന്നെ ഇതിനൊക്കെ ഒരു പരിധിയില്ലേ? കഴിക്ക് വേഗം. പറയാൻ പറ്റുള്ളൂ. വേഗം ഇറക്ക്. പറ, എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? നന്നായിരിക്കുന്നു. സൂപ്പർ. എന്നെ പേടിച്ച് ആരൊന്നും ചെയ്യൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ മതി. ഉള്ളത് പറ, ഞാൻ ആരൊന്നും ചെയ്യാൻ പോണില്ല. പിന്നെ എനിക്കറിയാം, ഞാനിവിടെ വന്നതും ഈ കോലം കെട്ടിയെല്ലാം ചെയ്യണതും നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യവും എല്ലാം. പക്ഷെ എന്നിട്ട് ഞാനിവിടെ വന്ന എന്തിനാണെന്നറിയോ? ഈ വിഷ്ണുവേട്ടൻ അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനിവിടെ വരുന്നത്. പൂജ കരയില്ലേ? പൂജ കണ്ണോട് കേച്ചി കരയില്ലടി. പൂജ അത്ര ഇഷ്ടമാണ് എനിക്ക്. കരയില്ലേ? കരയല്ലേ?
മോളെ പൂജ പൂജ മാം പറയട്ടെ. ചുമ്മാ പറഞ്ഞ കേക്ക് നമ്മളെ ശ്രദ്ധിച്ച് കേള്. സത്യം പറഞ്ഞ മോളെ ഉണ്ടാക്കിയിട്ടുണ്ടല്ല പേടിച്ചാണ് കഴിച്ചത്. പക്ഷെ നന്നായിരുന്നു. നല്ല കൈപ്പുണ്യുണ്ട്, അസലായിട്ടുണ്ട് കേട്ടോ, അസലായിട്ടുണ്ട്. ബാസിങ്ങള് ഞാനും അതന്നെ സത്യം പറയാൻ എനിക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് നന്നായിരുന്നടി. ഞാനേ ശരിക്കും ഇഷ്ടപ്പെട്ടു. ചേച്ചി നന്നായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, സൂപ്പർ നന്നായിട്ടുണ്ട്. ഞാനേ ഞാൻ പോണ്ടേ, ഞാൻ പോണ്. അത് നമ്മളെ പെമ്പിളരൊക്കെ ഒന്ന് കരഞ്ഞാ സഹോദരങ്ങളെ കൊള്ളയാണ്. ഇവിടെ കരയല്ലേ കേട്ടാ, ചെയ്യാൻ പറ്റില്ല. കരയിലടി, ഞങ്ങള് തമാശക്ക് ഓരോന്നും പറയണല്ലേ. നിങ്ങൾ ഇരുന്ന് കഴിക്ക്, അവർക്ക് അപ്പൊ സന്തോഷാവും. കഴിക്കും നീ കഴിക്ക് വിഷ്ണു. അത് ബാസി ഞങ്ങള് പോണേണോ? മോള് ഒരു മാമ ഉണ്ട്. മാമേ, നിനക്ക് മാമനാണ് എല്ലാവരും സന്തോഷമായി. പാവം ബാസ്യങ്ങളേട്ടാ, ഫീൽ ആയിപ്പോയി. ഞാനൊരു കാര്യം പറയാം, ഇതിൽ നിന്ന് ഒരു നൂൽ കഷ്ണം പോലെ ഞാൻ നിങ്ങൾക്ക് ആർക്കും തരില്ല. വേറെ അവർ ഉണ്ടാക്കി കൊടുക്ക്, ഞാൻ കഴിക്കാൻ പോകണം. ബാത്റൂം ഇവിടെ എന്താ ബാസ്യങ്ങളെ? അതെ, അത് കൈപ്പുണ്യല്ല, അത് കൈ വിഷമാണത്. ബാത്റൂമിൽ ഇരുന്ന് ചാവണം. പൂജ ചേറാം നീ ഇവിടെ വായോടിച്ചത് ശരിയാവില്ല. നീ വല്ല ഉണ്ടാക്ക്. പിള്ളേർ വാ, നമുക്ക് വേറൊരു കാര്യം പറഞ്ഞു തരാം. വാ, നീ വാ. ഡേ, നീ ഇവിടെ വന്നെങ്കിൽ വാ, നീ പാചകം ചെയ്യടി. വാ വാ, എന്താ വാ, ഒരു കാര്യം പറഞ്ഞു വാ. നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു വാടി. എവിടെ പറഞ്ഞത്? എനിക്ക് എപ്പോഴേ അറിയാം. പറയാ വരുമോ? ഇവിടെ ഇല്ലേ വല്ല ജോലി വിശക്കണം. പോട് അയക്കടാ, അന്നോളൂ. ബാക്കിയുള്ളവരോടാ അവരൊക്കെ റൂമിൽ മുങ്ങി കാണും. വീടാ അവിടെ. ഞാൻ വിളിക്കൂടെ ലച്ചു, കേശു, പാറോ, അച്ഛൻ വിളിക്കണവാ. എല്ലാം കൂടെ പൊയ്ക്കോളാം. അതെ, അവള് പറഞ്ഞ കള്ളത്തരമാണ്. എടാ, നിങ്ങളെ ഞാൻ അവിടെ നിന്ന് രക്ഷിച്ചില്ലടാ. എടാ, നിങ്ങൾ അവിടെ നിന്ന് അവളെ മുമ്പേ രക്ഷിച്ചോണ്ടെന്നാണ്. അവൾ ഈടാ ഭയങ്കര തള്ളാണെന്ന്, കത്തിയാണെന്ന്. കത്തിയല്ലേ? അച്ഛൻ വിളിച്ചത് എന്തിനാന്ന് പറയുക? നീ അടുക്കളയിൽ അമ്മനെ സഹായിക്കാൻ പോയായിരുന്നു. എന്റെ പൊന്നു മക്കൾ, അവള് പറഞ്ഞ് വിശ്വസിക്കുക. കംപ്ലീറ്റ് നുണയാണ്. ഒന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ തള്ളാണ്, ഭയങ്കര തള്ള് അല്ലേ? എടാ, സത്യം പറഞ്ഞ അവളെ ഫാമിലി വലിയ വൈപ്പുകാരൊന്നുമില്ല. പിന്നെ അയാളെ കള്ള കൃഷ്ണമാമന്റെ കാര്യം പറഞ്ഞില്ലടാ. എവിടെ ഉള്ള മൂവാറ്റുപുഴ കൃഷ്ണമാമ. അങ്ങനെ കൃഷ്ണമാമന ഇല്ലടാ. എടാ, ഞാൻ എത്ര പ്രാവശ്യം അവളെ കുടുംബത്തിൽ പോയിട്ടുണ്ട്. എല്ലാ കുടുംബത്തിലും ഞാൻ പോയിട്ടുണ്ട്. അവളെ എല്ലാ ഫാമിലിയും പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെ കൃഷ്ണമാമനെ കണ്ടിട്ടില്ല. പിന്നെ അവിടെ കൃഷ്ണമാമ വന്ന് കള്ള കൃഷ്ണമാമ എവിടെ നിന്ന്? അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, അമ്മ അങ്ങനെ ഒന്നും കള്ളം പറയാറില്ല. ഞാൻ കള്ളം പറയൂ? ഞാൻ ഇവരെല്ലാ ബന്ധുക്കളുടെ വീട്ടിലും പോയിട്ടില്ല. പണ്ട് കല്യാണം കഴിഞ്ഞ് മുമ്പേ പോയിട്ടുണ്ട്. വിരുന്നിനൊക്കെ പോയിട്ടില്ല, വീട്ടിൽ പോയിട്ടുണ്ട്. അവിടുന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്. വാക്കി രുചിയായിട്ട് ഒരു വീട്ടിൽ നിന്ന് പോലും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അറിയാമോ? പിന്നെ വലിയ കാര്യം തള്ളിയല് എന്തിന് കൃഷ്ണമാമൻ ചിക്കൻ വയ്ക്കും. മറ്റ് ഇവർ ഇവരെ കുടുംബത്തിന് നോണ് വയ്ക്കില്ല. ഇവർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോറ്, പിന്നെ ഇതിൽ അവിയൽ പുളിശ്ശേരി, പിന്നെ അറ്റത്ത് കുറച്ച് അച്ചാറും വെച്ചേരും. ഇവരെല്ലാം പച്ചക്കറി ടീമുകളാണെന്നേ. അതുകൊണ്ടാണ് ഇത്രയും വലിയ കുടുംബത്തിന് പടവല ഒന്ന് പേരിട്ടോ. ലോകത്ത് ആരെങ്കിലും ഉള്ളടാ പടവല ഒന്ന് പേരിട്ടോടാ. അല്ല പടവല. നിങ്ങൾ എനിക്കൊരു കാര്യം പറയാനുള്ളൂ. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, കളിക്കേണ്ട സമയത്ത് കളിക്കണം. ഉരുണ്ട് കളിക്കേണ്ട സമയത്ത് ഉരുണ്ട് കളിക്കണം. ഒരാടെ ഉണ്ടത്. എന്റെ പൊന്നും അച്ഛമ്പി, ഇവിടുത്തെ സീൻ എന്തായിരിക്കും എനിക്ക് അടുക്കള നിന്നപ്പോഴേ അറിയായിരുന്നു. എന്നെ കുറ്റം പറയാനല്ല വന്ന് പറഞ്ഞു തീർന്നായിരുന്നു. അമ്മയുടെ കുടുംബത്തില് ആർക്കും ഒന്നും അറിഞ്ഞൂടെ. എല്ലാം അറിയുന്ന കുടുംബത്തിലെ എല്ലാം തികഞ്ഞ വീരപുരുഷനാണ് നിൽക്കുന്നത്. ഇവരുടെ ഈ നെയ്യാറ്റിങ്കര എന്ന് പറഞ്ഞ ഇട്ടാവട്ട സ്ഥലത്ത് ആകെ 4, 3, 7 ബന്ധുക്കളേ ഉള്ളൂ. ഒന്ന് അമരവിളയിലെ കുഞ്ഞമ്മ, പിന്നെ ആരിനാട് തങ്കം തേച്ചി, പിന്നെ പൂവാറേ മാമൻ, കാട്ടാക്കടയിലെ അളിയൻ, മച്ചമ്പി. അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ അവിടെ. ഇവളെ കുടുംബക്കാർ ലോകം മൊത്തം കറങ്ങി കിടക്കുകയാണ് അവിടെ. എനിക്ക് പാടി കിടന്ന് കടവന്തറ ഒരു മാമൻ, പാഴൂർ ഒരു ചിറ്റപ്പായി, പിന്നെ ഇവിടെ കാക്കനാട് ഒരു വലിയ ചായ്. ഇത്രയൊക്കെ തന്നെയല്ലേ എന്റെ കുടുംബം? ഇത്ര തന്നല്ലേ? ഞാൻ പറയാം, നിൽക്കുക. നമ്മളെ കല്യാണം കഴിഞ്ഞ സമയത്ത് പണ്ട് കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ബോംബെയുടെ മാമന്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയെന്ന് ഓർമ്മയുണ്ടോ? അന്നാണ് നിങ്ങളുടെ അച്ഛൻ നോർത്ത് ഇന്ത്യ കാണുന്നത് തന്നെ. നമുക്ക് ബോംബെയിലൊക്കെ ബന്ധുക്കളുണ്ടോ? ബോംബെ ഉണ്ട്, ഡൽഹിയിലുണ്ട്, മധ്യപ്രദേശിലുണ്ട്, ഗുജറാത്തിലുണ്ട്, പിന്നെ ബാംഗ്ലൂരുണ്ട്, ചെന്നൈയിലല്ലേ എൻ്റെ സ്വന്തം സഹോദരൻ പോലും ഉള്ളത്. ഇത്ര സ്ഥലങ്ങളുണ്ടല്ലേ? പിന്നെ പാടാ അവിടുന്ന്. എടാ പാടാ അവിടുന്ന്.
എടാ ഇന്ത്യക്കും അകത്ത് പുറത്തോണ്ടടാ. എടാ ഇനി അറ്റത്തോട്ട് തമിഴ്നാട്ടോട്ട് തുടങ്ങടാ. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, പിന്നെ സിക്കിം, ഭൂട്ടാൻ, പിന്നെ കാശ്മീർ വരെ ഉണ്ടടാ. ഇഷ്ടം പോലെ ഉണ്ടടാ. എടാ എനിക്ക് ബന്ധുക്കളുണ്ടാ. പിന്നെ ഇന്ത്യക്ക് പുറത്താണെങ്കില നേപ്പാളിലുണ്ട്, ചൈനയിലുണ്ട്, പിന്നെ ബംഗ്ലാദേശുണ്ട്, ബംഗ്ലാദേശ് ഇന്ത്യക്ക് പുറത്താണ്. ഇന്ത്യക്ക് അകത്താടാ. ചുമ്മാ കാര്യം ഞാൻ കള്ളം പറയല. ദൈവത്തിനെ കള്ളം പറയല. പിന്നെ US എന്റെ ഇളയ ചിറ്റപ്പന്റെ മോൻ പഠിക്കുന്ന US അല്ലേ. അത് ഞാൻ ഫോൺ വിളിച്ചു തന്നില്ല. അവിടെ നിൽക്ക്. എന്റെ വകയിലൊരു മാമൻ MLA ആണ്. ഒരു വക എന്നെ മാമൻ. എന്റെ വകയിലൊരു മാമൻ MLA ആണ് ആള്. അങ്ങേരുടെ മോൻ എവിടെയാണെന്ന് വിയ്യൂര് ജയിലിൽ കിടക്കുന്നത്. നന്നായി കേട്ടോ, നന്ദിയുണ്ട്. ഈ ജയിലിലെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്. ഇവരുടെ കുടുംബത്തിൽ മിക്കവരും ജയിലിൽ തന്നെയാണ്. ഈ ട്രിവാൻഡ്രം സെൻട്രൽ ജയിലിൽ ഒരുത്തൻ കിടപ്പുണ്ടല്ലോ, എന്താ പേര്, എന്ത് ചെയ്യാനാണ്? വൈക്കോല് ജയൻ. അത് തന്നെ, എന്തോ ഒരു കച്ചി ജയൻ. അത് തന്നെ, വൈക്കോല് കച്ചി ജയൻ. ഇവൻ ജയിലിലെ എപ്പോഴും. ഇങ്ങനെ മാത്രമല്ല കുറെ ആൾക്കാരുണ്ട് അല്ലേ ജയിലിൽ ഇപ്പോഴും. ചെയ്യാത്ത കുറ്റത്തിലൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങിയടാ. പിന്നെ ചെയ്യാത്ത കുറ്റത്തിന് അവൻ ജയിലിൽ കയറിയാണ്. ചെയ്യാത്ത കുറ്റത്തിന് ഇറങ്ങിയിട്ട് പിന്നെ കയറി ഇറങ്ങിയത് ആര്യാട് ജംഗ്ഷനിൽ വലിയൊരു ബിസിനസ് സ്ഥാപനം നടത്തണം അവൻ. വലിയൊരു ബിസിനസ് സ്ഥാപനം എന്താണെന്നറിയോ? പെട്ടിക്കട. പെട്ടിക്കട നല്ല കച്ചവടമുണ്ട്. പെട്ടിക്കട നല്ല കച്ചവടം ഉണ്ടായിട്ട് എന്താ കാര്യം? കേസ് ഇങ്ങനെ നടക്കല്ലേ, എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് കയറി പോകണമല്ലോ അകത്തോട്ട്. ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞ വെറുതെയാ. എപ്പോഴും ജയിലിൽ തന്നെയാടാ. വല്ലപ്പോഴും വരും. പിന്നെ പാവം കച്ചവടം നടത്തണ്ടേ, ഇടയ്ക്കങ്ങ് കയറി പോകും. ഇങ്ങനെ എന്റെ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടല്ലോ ഈ കച്ചി ചെയ്യാൻ നമ്മള് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നിട്ട് കച്ചി ചെയ്യാൻ വീട്ടിൽ വന്ന് നിന്ന് എന്നിട്ട് ദാഹിച്ച വെള്ളം പോലും കൊടുക്കാതെ പശുവിനെ ചാണകം മാരിപ്പിച്ച് എല്ലാ വിളയിൽ തെങ്ങിനെ കൊണ്ട് എടിപ്പിച്ച് എന്നിട്ട് ഒരു തരം ആഹാരം പോലും കൊടുക്കാതെ പാവപ്പെട്ട ജയനോട് പറഞ്ഞു വെച്ച് അതിനൊക്കെ എന്താ പറയാ ഈ കച്ചി ജയനെ കൂടെ ചാണകം വാരിക്കേണ്ട കാര്യം. എന്നിട്ട് പറയണ്ട ഈ കച്ചി ചെയ്യാൻ മാമന്റെ രണ്ടാം മുണ്ടും പിന്നെ ഞാൻ പറയില്ല വണ്ടിക്കാശില്ലാന്ന് പറഞ്ഞു തിരിച്ചു പോകാൻ. പെട്ടിക്കടയിൽ കച്ചവടവും ഇല്ല. അപ്പൊ എന്റെ അച്ഛന്മാർ എവിടെ നിന്ന് ജോലി എടുത്ത് പൈസ കിട്ടുകയാണെങ്കിൽ നിനക്ക് തരാം. അപ്പൊ നീ ജോലി ചെയ്യ, ചാണകന്മാര് പിന്നെ മറ്റേ പാടത്തിറങ്ങി ജോലി ചെയ്യാ, ഇതൊക്കെ ചെയ്യുന്നു. നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ പൈസ കൊടുത്തു, അതിനെന്താ കുഴപ്പം? നല്ല കാര്യമല്ലേ? ഒരു ജയിൽ പുള്ളിയെ പിടിച്ചിട്ടാണ് വീട്ടിൽ ജോലിക്ക് ഇരുത്തിയത്. ഇപ്പൊ ഈ കാര്യം പറയും. ഇതൊക്കെ പോട്ടെ, നിങ്ങളുടെ കുടുംബത്തില് ഒരു 3/4% പേരും ജയിലിലാണ്. പിന്നെ എത്രയോ പേരാ ജയിലിൽ കിടക്കണേ. ഞാൻ പറഞ്ഞുതരാം ആരൊക്കെ ജയിലിലാണെന്ന് പറഞ്ഞുതരാം. പറഞ്ഞു കൊടുക്കട്ടെ. മൊത്തം കള്ളന്മാരം. അയ്യോ പല കുടുംബം കള്ള കൂട്ടങ്ങൾ കമ്പി അടിച്ചു വയ്ക്കുക. എഞ്ചിനീയർ. ഹലോ, എന്താ പറഞ്ഞിട്ട് പോയേ? ശശീന്ദ്രൻ ചേട്ടൻ കൈക്കൂലി കേസിൽ സസ്പെൻഷനിലായെന്നാ? എപ്പോഴാ സസ്പെൻഷനിലായേ? ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. പറ. നിങ്ങളെ കൂടെ ഞാൻ പറയിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് പോകുള്ളു. പറ. ആരോ പറഞ്ഞു. അങ്ങനെ ആരോ പറഞ്ഞു പറഞ്ഞ് ഒഴിയാൻ പറ്റോ? അങ്ങേരെ ഗുഡ് സർവീസിന് അവാർഡ് മേടിച്ച ആളാണ്. അതറിയാവോ? കൈക്കൂലിക്കാരൻ അങ്ങനെ പരിസരത്തോട്ട് പോലും പോകൂല. എന്നിട്ടാണ് അപവാദം പറഞ്ഞു വരുത്തണേ. എന്റെ നീലു, ഞാൻ ഒരു കാര്യം പറയട്ടെ. പണ്ട് ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിന്നില്ലേ? അപ്പോൾ ഞാൻ പാഴൂർ അമ്പലത്തിൽ തൊഴാൻ പോയി. തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആരോ പറഞ്ഞിട്ട് അവിടുത്തെ ഒരു എഞ്ചിനീയർ കൈക്കൂലി കേസിലോ എന്തോ മറിച്ച് വിറ്റെന്നോ, പ്രോജക്റ്റ് മറിച്ച് വിറ്റെന്നോ, കമ്പി മറിച്ച് വിറ്റെന്നോ, അതിൻ്റെ പേസിൽ കള്ളക്കേസ് കുടിക്കെന്നോ, പോലീസ് അവരെ അറസ്റ്റ് ചെയ്തെന്നോ, ഇപ്പോൾ സസ്പെൻഷൻ ആണെന്നോ, ഇതൊക്കെയാണ് പറഞ്ഞിട്ട്. എനിക്ക് വേറെ ഒന്നും അറിഞ്ഞൂടാ. ചിലപ്പോൾ ഈ നീ പറഞ്ഞ ഈ ശശീന്ദ്രൻ അല്ലായിരിക്കും, വേറെ ആരെങ്കിലും ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. നിങ്ങള് പറഞ്ഞ വിശ്വസിക്കുന്ന അറിഞ്ഞൂടാ. എന്താ ഇന്ത്യൻ നാവിക സേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ സാറല്ലേ? പുള്ളിയൊരു മലയാളികളാണ്. തിരുവനന്തപുരത്തുകാരനും കൂടെ അല്ല സാറ്. അല്ല, എന്റെ അമ്മ പറയാ ഒരു അകന്ന ബന്ധുവാണ്. ശരിക്കും? പിന്നല്ലാതെ എന്തുള്ള നീ വേറൊന്നും കൂടെ ഉണ്ട്. ISRO ചെയർമാൻ സോമനാഥ് സാറ്. അദ്ദേഹം ഒരു മലയാളിയാണല്ലോ. മലയാളിയാണല്ലോ എന്ന് പറയായിരുന്നു. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമ്മളെ കുടുംബത്തിൽ ഇപ്പൊ എല്ലാ കുട്ടികളും IT മേഖലയിലാ. നമ്മളെ കാക്കനാട് ഇൻഫോ പാർക്കില്ലേ, അവിടെ കുറേ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് ഇൻഫോ പാർക്കില്ലേ, അവിടെയും ഉണ്ട് ഇഷ്ടംപോലെ കുട്ടികൾ. എല്ലാവരും ഇപ്പൊ IT-ലേക്ക് പോവുക. നമ്മളെ കുടുംബത്തിലുണ്ട് പിള്ളേര്. പക്ഷേ എബ്രോഡ് ഇന്ത്യക്ക് പുറത്താണ്. US, കാനഡയിൽ, റഷ്യയിൽ ഇഷ്ടം ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ അവർ എല്ലാം പുറത്താണ്. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ഈ കൂലിപ്പണിക്ക് പോണ ആരുമില്ലേ? ഈ കിളയ്ക്കാൻ പോണവരും അതുപോലെ ഈ വീട് പണിക്ക് പോണവരൊക്കെ അവരൊക്കെ ഉണ്ടെങ്കിൽ നാളത്തെ നിർമ്മാണ പരിപാടികളൊക്കെ നടക്കുള്ളൂ. അതൊരു ഉയർന്ന ഉദ്യോഗസ്ഥല്ലേ? അതെ, അത് ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. എല്ലാവരും യുദ്ധവിമാനം പറപ്പിക്കാനും ബോട്ട് ഓടിക്കാനും റോക്കറ്റ് വിടാനും മാത്രം പോയാൽ പോരല്ലോ.
അങ്ങനെ ഉണ്ട് എൻ്റെ കുടുംബത്തിലുണ്ട്. ഒരു പയ്യുണ്ട്, മിടുക്കനായ ഒരു പയ്യുണ്ട്. അവൻ ഇങ്ങനെ ആശാരി പണിന്നുള്ളതല്ല, അവൻ ശില്പിയാണ്. ഈ അമ്പലങ്ങളൊക്കെ പോയിട്ട് ഗോപുരങ്ങൾ, കൊത്തുപണികൾ, വിഗ്രഹങ്ങളൊക്കെ കുത്തി കൊടുക്കണതേ അവനാണ്. ഭയങ്കര തിരക്കാണ് ഇപ്പോൾ. ഇപ്പം ഇടയ്ക്ക് ഒരു അമ്പലത്തിൽ പോയി ഇനിയിപ്പം വീട്ടിൽ വരാൻ പോലും സമയമില്ല. അവന് പറ്റുന്നില്ല വീട്ടിൽ വരാൻ. എന്താ വണ്ടി കാശില്ലേ? വണ്ടി കാശില്ലാത്തോണ്ടല്ല, അവനെ വിടുന്നില്ല, അവനെ കൊത്തിക്കൊണ്ട് പറക്കും. കാക്കേ എടി അതല്ലെന്ന്, ഒരു അമ്പലത്തിന് മറ്റൊരു അമ്പലം, ഒരു അമ്പലത്തിന് മറ്റൊരു അമ്പലം. അങ്ങനെ ഇപ്പോൾ ഇടയ്ക്ക് തമിഴ്നാട് പോയിട്ട് അവിടെ ഒരു അമ്പലത്തിൽ പോയിട്ട് 1 വർഷം വന്നിട്ട് അവരെ കാണാനില്ല. അപ്പോഴാണ് അറിയുന്നത് ഒറീസയിൽ കൊണാർക്ക് ക്ഷേത്രമല്ലേ, സൂര്യക്ഷേത്രം, അവിടുത്തെ ഏതോ വിഗ്രഹത്തിന് ഡാമേജ് ആയി അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുറകെ വരും. വരട്ടെ, അങ്ങനെ ഒരു ബന്ധുക്കള്. ഡേഡി നീ എന്തെന്ന് പറഞ്ഞേ? അമ്മനോടെ കുഞ്ഞമ്മയുടെ ഭർത്താവിനെ അനിയായി മോഷണം നടത്തി നാട്ടുകാരെ കൈ തള്ളി ഓടിച്ച നാടി. എന്നെ കൈകാലും മാത്രമല്ല തല അടിച്ചു പൊട്ടിച്ചാ കഴിച്ച് പാടി നടന്ന്. എടി അമരയുടെ കുഞ്ഞമ്മേരെ ചിറ്റമ്മന്റെ അനിയ എവിടുത്തെ കാരനറിയാമോ? നേരത്തിക്കാരനല്ല, മാർത്താണ്ടക്കാരനാണ്, കുമരേശൻ. അയാൾക്ക് വൻ ബിസിനസ് ആയിരുന്നു അവിടെ, പാത്രക്കട ബിസിനസ്, അങ്ങാടിക്കട ബിസിനസ്സൊക്കെ ആയിരുന്നു. ബിസിനസ് പൊളിച്ചപ്പോൾ ഇങ്ങനെ പണിക്കിറങ്ങി. അങ്ങനെ പണിക്ക് പോയിട്ട് വന്നാൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് ആൾ മറിയടിച്ച് അടിച്ചെന്നുള്ള സത്യം തന്നെ. ഇത് ആരുടെ പൊടുപ്പും തൊങ്ങനെ വെച്ച് നേരത്തെ പറഞ്ഞു തന്നെ. ഈ ആര് പറഞ്ഞതുകൊണ്ടല്ല, അമ്മയാണ് പറഞ്ഞത്. അമ്മയാണ് പറഞ്ഞത്. അങ്ങേര് തമിഴ്നാട്ടിൽ ചടി കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞതാ അവന്റെ സ്വഭാവം ശരിയല്ല, അവൻ കള്ളനാന്ന്. ഞാൻ ഉള്ള കാര്യം പറയാലോ, നിങ്ങളെ ബന്ധുക്കളെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കള്ളനും കൊലപാതകയും മോഷണക്കാരും ജയിൽ പുള്ളികളുമാണ്. പിന്നെ നിന്റെ ബന്ധുക്കളെ ലിസ്റ്റ് എടുക്കണം. അന്യന്റെ മുതൽ അപകരിച്ചെടുത്തിട്ട് പഴമീങ്ങളെ പോലെ കണ്ണു തള്ളിങ്ങനെ ഇരിക്കും. എത്ര പാവങ്ങളുടെ കണ്ണിരുന്ന ഭൂമിയാടി നീയൊക്കെ അപകരിച്ചെടുത്തത്, നിന്റെ കുടുംബക്കാർ അപകരിച്ചെടുത്തത്. അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ അച്ഛൻ തേങ്ങ മേടിക്കാൻ വന്നുള്ള കണക്ക് പറഞ്ഞാൽ തേങ്ങയുടെ പൈസ മേടിച്ച് എന്നിട്ട് അയാളെടുത്ത് കണക്ക് തെറ്റിന്ന് പറ അയാളെ പാറ വെച്ച് വരെ അടിച്ച്. എന്തൊരു അടിയല്ല അടിച്ചെന്നറിയാം ആ പാവത്തിന്. അവിടെ തറയിലിട്ട് തല്ലി ചതച്ചിട്ട് അയാളെ വിട്ടത്. എന്നിട്ട് തേങ്ങയും കൊടുത്തില്ല, പൈസ മേടിച്ചു വെച്ച്. എപ്പോന്നാ നിങ്ങളെ വീട്ടിൽ ഞാൻ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു ഞാൻ പറഞ്ഞ മാർക്കറ്റിൽ നിങ്ങളെ മാമനെ കൂടെ തല്ലുണ്ടാക്കിയിട്ട് നിങ്ങൾ രണ്ടൊരു ഒളിവിലായിരുന്നു. ഇവരുടെ വീട്ടിൽ എങ്ങനെയാണെന്നറിയാമോ? എപ്പ നോക്കിയാലും അടിപിടി കേസിന് ഇവരുടെ അച്ഛനും മക്കളും മാമനും മച്ചമ്പി എല്ലാം എപ്പോഴും ഒളിവിലായിരിക്കും. എന്നിട്ട് പറയും ശ്രീഹരിക്കോട്ടിൽ ഞങ്ങൾ റോക്കറ്റ് വിടാൻ പോയെന്ന്. ചക്കക്കുരു കൂട്ടങ്ങളെ എന്നെ എന്റെ കുടുംബത്തിന് അപമാനിക്കണി. രണ്ടിനും 2 മുറിയിലാക്കി പൂട്ടിയിടും കേട്ടാ. ഇങ്ങനെയാണെങ്കിൽ എന്തോന്ന് കാണിക്കണത്? അതെ, കഷ്ടമാണ് രണ്ടാളും കൂടി. അച്ഛാ, അച്ഛന്റെ കുടുംബക്കാര് അമ്മയുടെ കുടുംബക്കാരാണ്, അമ്മയുടെ കുടുംബക്കാര് അച്ഛന്റെ കുടുംബക്കാര്. അച്ഛനും അമ്മയും നിങ്ങളുടെ ആരുടെ കുടുംബക്കാരെ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെ തന്നെ പറയണമെന്ന് ഓർത്തോണം. അറിയടി തൽക്കാലം ഞാൻ വിട്ടേക്കണ്. നിന്റെ അങ്കമല അപ്പച്ചിട്ടില്ല. എന്റെ